കൺഫ്യൂഷനിലാണോ നിങ്ങൾ? ഡിഗ്രിക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ എൻട്രൻസ് എഴുതണമോ? നിങ്ങളുടെ ഈ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വന്നിരിക്കുന്നത്. സോ എല്ലാ മക്കളും ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക. ഓക്കെ സർ. അതായത് ഇപ്പൊ +2 കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന്. നമുക്കറിയാം നമ്മുടെ ഒരു രീതി പ്രകാരം മെജോറിറ്റി കുട്ടികളും അതായത് JEE പരീക്ഷ എഴുതുക അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് MBBS-നോ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിംഗിനോ കോഴ്സ് തിരഞ്ഞെടുത്ത് പോകുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഇത് താല്പര്യമില്ലാത്ത കുട്ടികൾ, പക്ഷെ അവർക്ക് നല്ല യൂണിവേഴ്സിറ്റീസിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് എന്താണ് ഒരു മാർഗമുള്ളത്? അത്തരത്തിലുള്ള കുട്ടികളാണ് CUET NTA നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ എന്താണ് ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നല്ല കോളേജുകളിൽ, അതായത് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള കോളേജുകളിൽ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഇപ്പൊ 2-3 വർഷമായിട്ട് NTA CUET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ എൻട്രൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നല്ല ഡിഗ്രി കോഴ്സ്, അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലും ധാരാളം ഡിഗ്രി കോഴ്സസ് ഉണ്ട്, ധാരാളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇവിടെയൊക്കെ ഇവർക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ പുറമെ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? ഈ പറയുന്ന CUET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ഇവർ എഴുതിയേ തീരുള്ളൂ അല്ലെ? പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും സെപ്പറേറ്റ് എൻട്രൻസ് ആയിരുന്നു. ഇപ്പൊ JNU എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകുന്ന രീതിയിലാണ് ഇപ്പം എന്താ പറയുക NTA ഇങ്ങനെ പുതിയ എൻട്രൻസ് ഡിവൈസ് ചെയ്തിട്ടുള്ളത്. കുറച്ചു കാലം 2-3 വർഷമായിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയുക NTA ഇങ്ങനെ ഒരു എൻട്രൻസ് QET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ എക്സ്പോഷർ തന്നെയാണ്. ഒരു കുട്ടിക്ക് ഒരു നോർമൽ കോളേജിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ആണ് ഒരു കുട്ടിക്ക് ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലോ JNU ഒക്കെ പഠിച്ചാൽ കിട്ടുന്നത്. അത് തന്നെയാണ് QET-ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു നോർമൽ ആയിട്ട് ഡ്രസ്സ് എടുക്കുന്നതും നമ്മളൊരു ബ്രാൻഡഡ് ഡ്രസ്സ് നല്ല ക്വാളിറ്റി വെച്ചിട്ട് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇതേപോലെ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ കാര്യം. പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെക്കൻസി അതുപോലെ ഡെലോയിറ്റ് പോലെയുള്ള കൺസൾട്ടിംഗ് കമ്പനികളിൽ വരെ ഇത്തരത്തിലുള്ള കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് ഉണ്ട്. ഞാൻ 1-2 കോളേജുകളുടെ പേര് പറയാം. ഇപ്പൊ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ലേഡി ശ്രീറാം കോളേജ്, മിറാണ്ട ഹൗസ്, സെയിന്റ് സ്റ്റീഫൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറുള്ള പ്രീമിയം കോളേജുകളുണ്ട്. ഇവിടെ നിന്നൊക്കെയുള്ള പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു എഞ്ചിനീയറിംഗിന് ഒരു NIT-യിലോ ഒരു IIT-യിലോ ഒക്കെ പഠിക്കുന്ന ആ ലെവലിലുള്ള കമ്പനികൾ വരെ ഇത്തരത്തിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സോ അത്രയും കിഡിലൻ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റികളാണ് ഇത്തരത്തിലുള്ള കോളേജുകളിൽ. നിങ്ങളൊരു BCom-ഓ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അക്കൗണ്ടിങ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മക്കൻസി പോലുള്ള കമ്പനികൾ വരെ അവിടെ വന്ന് കുട്ടികളെ എന്താ പറയുക പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം കുട്ടികൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആർട്സോ അല്ലെങ്കിൽ സയൻസോ സോഷ്യൽ സയൻസോ അതല്ല അക്കൗണ്ടൻസിയോ എന്തോ ആയിക്കോട്ടെ അല്ലെ, കൊമേഴ്സ് സബ്ജക്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഹ്യൂമാനിറ്റീസുകാർക്ക് വരെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് കോഴ്സും ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ ആ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CUET എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് അഡ്മിഷൻ ലഭിക്കാനായിട്ട് പോകുന്നത് അല്ലെ. എനിക്ക് തോന്നുന്നു ടോപ്പ് 20-ൽ വരുന്ന, അതായത് നമ്മൾ NIRF-ന്റെ ഒക്കെ അണ്ടറിൽ വരുന്ന NIRF-ന്റെ ഇപ്പൊ 2024 റാങ്കിംഗ് പ്രകാരം ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. യെസ്, ഇപ്പൊ മിസ്സിന് അറിയാം JNU, ഒന്നാമത് JNU ആണ് വന്നത്, രണ്ടാമത് ജാമിയ വന്നിട്ടുണ്ട്, മൂന്നാമത് ബനാറസ് ഹിന്ദു ഉണ്ട്, നാലാമതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ അധിക കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ NIRF ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന കോളേജാണ്. സോ ഇതിലേക്ക് കൂടിയാണ്, അത് പല കുട്ടികൾക്ക് QET-ന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും അറിയില്ല. അപ്പൊ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ കോഴ്സസ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ICAR അല്ലെ, നമ്മൾ ഐക്കർ എന്ന് പറയും. അപ്പൊ ഈ ഐക്കറിന്റെ അണ്ടറിൽ വരുന്ന കുറെ കോളേജസിലേക്കും ഇപ്പം CUET എക്സാം വഴിയാണ് കുട്ടികളെ ഓൾ ഇന്ത്യ റാങ്കിൽ അല്ലെ. ഐക്കറിന്റെ അണ്ടറിലുള്ള കോളേജുകളിലൊക്കെ QET വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ അഗ്രികൾച്ചർ നമ്മൾ നീറ്റ് എഴുതിയിട്ടും കയറാം, നീറ്റിന്റെ റാങ്കിലും കയറാം. പക്ഷെ അത് സ്റ്റേറ്റ് കോട്ടയാണ് ഫില്ല് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ കോട്ട ഫില്ല് ചെയ്യുന്നത് QET വഴിയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിട്ട്. ഇതൊക്കെ ഓൾ ഇന്ത്യ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഈ അഡ്മിഷൻ ലഭിക്കാനും പോകുന്നത് അല്ലെ. QET കുറച്ചുകൂടെ നമ്മളെന്താ +2 സിലബസ് മാത്രമേ ഉള്ളൂ ഇതില്. +1 സിലബസ് പഠിക്കാൻ വേണ്ട, +2 സെക്കൻഡ് ഇയർ സിലബസ് മാത്രം പഠിച്ചാൽ മതി. പ്ലസ് പേപ്പർ 1 ഉണ്ട്, ഒരു പേപ്പർ 3 എന്ന് പറഞ്ഞിട്ട് GK ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് തൊടേ വേണ്ട. ഇത്രയും ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി എന്തായാലും അഡ്മിഷൻ നേടാം. അപ്പം
അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട് ഈ എൻട്രൻസിന്. അപ്പം നമുക്ക് എന്താ പറയുക, അതിനൊരു നമ്മളൊരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ചൊവ്വാഴ്ച. അതായത് നമ്മുടെ ഏഗൺ ക്യുവറ്റ് ചാനലിൽ നമ്മളൊരു വെബിനാർ ചാനലല്ല, നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് എത്തും, അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും. സോ കറക്റ്റ് 7 മണിക്ക് ഈ ചൊവ്വാഴ്ച 11-ാം തീയതി നമ്മൾ എന്താണ് ക്യുവറ്റ്, എങ്ങനെയാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുക എന്നുള്ളതിൽ ഒരു കിഡ്ലൻ വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് മക്കളെ, ഇനി നിങ്ങൾക്ക് എന്ത് വേണ്ട, ഒരു പേടി വേണ്ട. ഇപ്പം എല്ലാ ആൾക്കാർക്കും ഡോക്ടറോ എഞ്ചിനീയറോ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ അല്ലെ. ആ ഒരു മേഖലയോട് താല്പര്യമില്ലാതെ അല്ലാതെ ഒരു നല്ലൊരു ഡിഗ്രി കോഴ്സ് എടുത്ത് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷയുള്ളത്. ഈ പരീക്ഷ എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, ഈ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിലൂടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യണം, ചൊവ്വാഴ്ച രാത്രി 7 മണിക്കുള്ള റേസ് ചെയ്യേണ്ട ഈ വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾ എല്ലാ ഡൗട്ടും നമുക്ക് അന്ന് ക്ലിയർ ചെയ്യാം. അത് കൂടാതെ ക്യുവറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏഗൺ റേസിന്റെ നമ്മുടെ ക്യുവറ്റ് ചാനൽ ഉണ്ട് യൂട്യൂബിൽ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ. സോ എല്ലാവരും നമുക്ക് ഇനിയും കാണാം.